ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭാഗവത മഹാത്മ്യത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 14, 15, 16, 17 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥവും സാരവും വിവരിക്കാം. ഗീത നമസ്കാരം. ശ്ലോകം 14. ഏവം വിനിമയോ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ഏവം വിനിമയേ ജാതേ, ഇപ്രകാരം വിനിമയം ജാതമായിരിക്കും വിഷയത്തിൽ രാജ്ഞ രാജാവിനാൽ സുധാ പ്രപീയതാം അമൃതം പാനം ചെയ്യപ്പെടട്ടെ. വയം സർവേ ഞങ്ങളെല്ലാവരും ഭാഗവതാമൃതത്തെ പ്രവാസ്യാമഹ പാനം ചെയ്യാം. ഒരു സാധനം കൊടുത്തിട്ട് പകരം മറ്റൊന്നിനെ വാങ്ങുന്നതായ വ്യാപാരത്തിന് വിനിമയമെന്ന് പേർ. കലശസ്ഥിതമായ അമൃതം കൊണ്ടുള്ള പ്രയോജനത്തെ ദേവന്മാർ ശുകദേവരോട് പറയുന്നു. ഇപ്രകാരം നമ്മളുടെ സാധനങ്ങളെ അന്യോന്യം മാറ്റം ചെയ്തു കഴിഞ്ഞാൽ രാജാവ് കലശത്തിലിരിക്കുന്ന അമൃതത്തെ പാനം ചെയ്തു കൊള്ളട്ടെ. എന്നാൽ വിഷഭീതിയിൽ നിന്ന് നിർമുക്തനായി ചിരഞ്ജീവിയായിരിക്കും. ശ്രീമദ് ഭാഗവത കഥാമൃതത്തെ ഞങ്ങളും പാനം ചെയ്തു കൊള്ളാം. ശ്ലോകം 15. കസുധാകഥാലോകേ കാജകുമണിർമഹാൻ ബ്രഹ്മരാധോ വിചാര്യേതി തഥാ ദേവാഞ്ജഹാസഃ. കസുധാകഥാലോകേ കാജകമണിർമഹാൻ ബ്രഹ്മരാധോ വിചാര്യേതി തഥാ ദേവാഞ്ജഹാസഃ. സുധാക അമൃതമെവിടെ? കഥാക കഥ എവിടെ? ലോകേ ലോകത്തിൽ കാജഹ കാജമെവിടെ? മഹാൻ മണി മഹത്തായ രത്നം എവിടെ? ബ്രഹ്മരാധഃ ശുകദേവൻ. ഇതി വിചാര്യ ഇപ്രകാരം വിചാരിച്ചിട്ട് തഥാ അപ്പോൾ ദേവാഞ്ജഹാസഃ ദേവന്മാരെ ഹസിച്ചു. ദേവന്മാരുടെ പാനീയമായ അമൃതമെവിടെ? ഭാഗവത കഥാമൃതമെവിടെ? ലോകത്തിൽ ഒരു കുരുട്ടു കല്ലെവിടെ? ഏറ്റവും പ്രകാശമുള്ള മഹാരത്നം എവിടെ? രണ്ടിനും തമ്മിൽ എത്രയോ അന്തരമുള്ളതുപോലെ ദേവാമൃതത്തിനും കഥാമൃതത്തിനും തമ്മിൽ മഹാതന്തരമുണ്ട്. ദേവാമൃതപാനം ചെയ്യുന്നവർ പുണ്യം ക്ഷയിക്കുമ്പോൾ രണ്ടാമതും മനുഷ്യലോകത്തിൽ ജനന മരണത്തിലകപ്പെടണം. ഹരികഥാമൃതപാനം ചെയ്യുന്നവരാകട്ടെ പുനർജന്മരഹിതമായ മോക്ഷപദവിയെ പ്രാപിക്കും. ഈ ദേവന്മാർ ശുകദേവനെ വഞ്ചിപ്പാൻ വിചാരിച്ചു വന്നിരിക്കുന്നു എന്നിങ്ങനെ ആലോചിച്ച് സഭയിൽ നിൽക്കുന്ന ദേവന്മാരെ സ്പഷ്ടമായി പരിഹസിച്ചു. ബാലന്മാരെ വഞ്ചിച്ചു പണം അപഹരിക്കാൻ പരിശ്രമിക്കുന്ന ധൂർത്തന്മാരെന്ന പോലെ എന്നെ വഞ്ചിപ്പാനായിട്ടവർ പരിശ്രമിക്കുന്നതുവെന്ന് ശുകമുനി വിചാരിച്ചുവെന്ന് സാരം. ശ്ലോകം 16. അഭക്താം സാംശ വിജ്ഞായ നദദോ സകഥാമൃതം ശ്രീമദ് ഭഗവതി വാർത്ത സുരാണാമപി ദുർലഭ. അഭക്താം സാംശ വിജ്ഞായ നദദോ സകഥാമൃതം ശ്രീമദ് ഭഗവതി വാർത്ത സുരാണാമപി ദുർലഭ. താൻ അഭക്തൻ വിജ്ഞായ അവർ അഭക്തന്മാരെന്നറിഞ്ഞിട്ട് സ ശുകദേവൻ കഥാമൃതത്തെ ദദോഹാനം ചെയ്തില്ല. ശ്രീമദ് ഭാഗവതി വാർത്ത ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ച കഥ സുരാണ അപി ദുർലഭ ദേവന്മാർക്കും ദുർലഭമാകുന്നു. സുധാപാനം അപ്സരശ്രീ സംഭോഗം മുതലായ വിഷയങ്ങളുടെ ഉപഭോഗത്താൽ ഉന്മത്തന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ
ഭക്തിയുള്ളവരല്ലെന്നറിഞ്ഞ ശ്രീ ശുകദേവൻ ദേവന്മാർക്ക് കഥാമൃതത്തെ നൽകിയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥാമൃതം ദേവന്മാർക്കും കൂടെ ലഭിപ്പാൻ പ്രയാസമായിരിക്കെ മനുഷ്യർക്ക് കിട്ടുന്നത് അലഭ്യലാഭമാണെന്ന് പിന്നെ പറയണമോ? ശ്ലോകം 17. രാജ്ഞോ മോക്ഷം കഥാവീക്ഷ്യ പുരാധാതാ വിവിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയാ സാധനാന്യജ. രാജ്ഞോ മോക്ഷം തഥാവീക്ഷ്യ പുരാധാതാ വിവിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയ സാധനാന്യജ. പുരാ പണ്ട്, രാജ്ഞ തഥാ മോക്ഷം വീക്ഷ്യ രാജാവിൻ്റെ അപ്രകാരമുള്ള മോക്ഷത്തെ വീക്ഷിച്ചിട്ട് ധാത അഭിവിസ്മിത ബ്രഹ്മാവും ആശ്ചര്യയുക്തനായി ഭവിച്ചു. അജഹ ബ്രഹ്മാവ് സത്യലോകെ സത്യലോകത്തിൽ തുലാം ബദ്ധ തുലാസിനെ ബന്ധിച്ചിട്ട് സാധനാനി സാധനങ്ങളെ അതോല യത് തുലനം ചെയ്തു. വിദ്യുച്ഛൗരാഗ്നിശാസ്ത്രാഹി ഗജസിംഹാദിഭിത്തിദഃ വിഷാദാഭേ ഹേതുബോധേർമൃതോ ന ലഭതേ ഗതിം. വിദ്യുച്ഛൗരാഗ്നിശാസ്ത്രാഹി ഗജസിംഹാദിഭിത്തിദഃ വിഷാദിഭേ ഹേതുബോധേർമൃതോ ന ലഭതേ ഗതിം. ഇടിമിന്നൽ തട്ടി മരിക്കുക, കള്ളന്മാർ തല്ലിക്കൊല്ലുക, വെട്ടുകൊണ്ട് മരിക്കുക, പാമ്പ് കടിച്ചു മരിക്കുക, സിംഹം മുതലായ മൃഗങ്ങൾ കൊന്നു തിന്നുക, ചുമര് വീണിട്ടോ മറ്റോ മരിക്കുക എന്നിങ്ങനെ മൃതിപ്പെട്ടവർക്കാർക്കും തന്നെ സൽഗതിയില്ല. പിന്നെ ഇന്ദ്രാദി പദപ്രാപ്തിയോ ബ്രഹ്മലോകപ്രാപ്തിയോ വൈകുണ്ഠപ്രാപ്തിയോ മുക്തിയോ ഇല്ലെന്ന് പറയണമോ? അങ്ങനെയിരിക്കെ തക്ഷകത ദംശനം നിമിത്തം മരിച്ച രാജാവിന് മോക്ഷം ലഭിച്ചതിനെ കണ്ടിട്ട് ബ്രഹ്മാവ് തന്നെ അന്ധാളിച്ചുപോയി. എങ്ങനെ ഈ വിധം വിപരീതം സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ടു. ഉടനെ ബ്രഹ്മലോകത്തിൽ ഒരു തുലാസിൽ മോക്ഷസാധനങ്ങളായ 6 ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഒരു തട്ടിലും ഭാഗവത ശാസ്ത്രത്തെ മറ്റൊരു തട്ടിലും വെച്ച് തൂക്കി നോക്കി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.